Top headlines. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും സുഹൃത്തും അറസ്റ്റിൽ. സംഘം പിടിയിലായത് ഛായാഗ്രഹൻ സമീർ താഹിറിന്റെ വീട്ടിൽ നിന്ന്. പിടികൂടിയത് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കഞ്ചാവ് കിട്ടിയ വഴി തേടി എക്സൈസ് സംവിധായകരെ ഫെഫ്കയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മാർച്ച് മാസത്തെ മലയാള സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ. പുറത്തിറങ്ങിയ 15 സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിൽ. മാർച്ച് മാസം ലാഭം നേടിയത് എമ്പുരാൻ മാത്രം. ചിത്രം 5 ദിവസം കൊണ്ട് 24 കോടി രൂപ തിയേറ്റർ കളക്ഷൻ നേടിയെന്നും റിപ്പോർട്ട്. പഹൽഗാം ആക്രമണത്തിൽ മരിച്ചവർക്ക് നീതി ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും തിരിച്ചടി നൽകും. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് മുറിവേറ്റെന്നും മൻ കി ബാത്തിൽ മോദി. ഇന്ത്യക്കെതിരെ വീണ്ടും ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ലെന്ന് പാക് റെയിൽവേ മന്ത്രി. കശ്മീരിലെ കുപ്വാരയിൽ സാമൂഹ്യ പ്രവർത്തകരെ ഭീകരർ വെടിവെച്ചു കൊന്നു. ഗുലാം റസൂൽ മാഖ്രെ വെടിവെച്ചു കൊന്നത് വീട്ടിൽ കയറി. കശ്മീരിൽ ഭീകരർക്കെതിരെയുള്ള നടപടി തുടരുന്നു. 4 ഭീകരരുടെ വീടുകൾ കൂടി തകർത്ത് സൈന്യം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി തുടർന്ന് ഇന്ത്യ. മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ വിലക്കി പിണറായി വിജയൻ. പ്രായപരിധി ഇളവ് ബാധകം കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമെന്ന് വിശദീകരണം. അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാകില്ലെന്ന് പിണറായിയുടെ വാദം. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PK ശ്രീമതി പങ്കെടുത്തില്ല. കോഴിക്കോട് പാലക്കോട് വയലിൽ 20കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് പാലക്കോട്ട് വയൽ സ്വദേശി സൂരജ്. മർദ്ദനം കോളേജിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. സംഭവത്തിൽ അയൽവാസികളായ അച്ഛനും മക്കളും അടക്കം 10 പേർ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കിടന്ന യുവതിയോട് ജീവനക്കാരന്റെ അതിക്രമം. ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാർ അറസ്റ്റിൽ. ICU ജീവനക്കാരനായിരുന്ന ഇയാൾ യുവതിയെ കടന്നുപിടിക്കുകയായിരുന്നു. ദിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. കാനഡയിൽ കാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റി അക്രമി. നിരവധി പേർ കൊല്ലപ്പെട്ടു. അപകടം വാൻകൂർ നഗരത്തിലെ ആഘോഷ പരിപാടിക്കിടെ. അപകടം ആസൂത്രിതമെന്ന് സംശയിക്കുന്നതായി അധികൃതർ. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ.